ഹായ് ഹലോ നമസ്കാരം. ആദ്യം തന്നെ ഒരു കടുത്ത ചോദ്യം ചോദിക്കട്ടെ. അജിനെ, നീ നിൻ്റെ അമ്മയെ കൂട്ടിക്കൊടുത്തിട്ടാണോ ഇൻ്റർവ്യൂവർ ആയത്? ന്യായമായ ചോദ്യം. അപ്പം ഇതേ കണക്കുള്ള ചോദ്യം ചോദിക്കേണ്ടി വന്നത് അജിൻ ഈ കഴിഞ്ഞ ദിവസം ഫോക്കസ് മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതല്ല അവനോട് ചോദിക്കേണ്ടത്. അവൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ കൂട്ടിക്കൊടുത്തിട്ടാണോ ഇവ ഈ പണി ചെയ്യുന്നതെന്ന്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവനിങ്ങനെ ഈ ഒരു പണി കൊടുക്കൂ. ഇവൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 മനീഷ ചേച്ചിയെ വിളിച്ചിരുത്തി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതിനകത്ത് ആ സ്ത്രീയോട് ചോദിക്കുവാണ്, എത്ര പേരുടെ കിടന്നിട്ടാണ്, എത്ര പേർക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടാണ് ഈ ഒരവസരം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊന്ന് കാണാം. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്ക് അറിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിൻ ആയിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കണമെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരാളെ നമുക്ക് കുറ്റം പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല, എനിക്ക് അതിനെ പറയാൻ പറ്റും. ചേച്ചി ഇപ്പോൾ വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർമ്മ കൊടുത്തിട്ടുണ്ടോ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഇതാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ചോദ്യമാണോ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോൾ ഇവിടെ ആഘോഷിച്ചത്. എന്ത് മൂളം ചോദ്യങ്ങളാണ് താൻ ചോദിക്കുന്നത്? അതിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നല്ല, ദേഷ്യപ്പെടാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിൽ തന്നെ ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിട്ടുണ്ട്. മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരും എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക്. എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യത്തിനാണ്, അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യത്തിനാണ് എന്ത്? ഞാൻ ചോദിച്ചു, മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യത്തിനാണ് നിങ്ങൾ ആള് തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അതിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം വേണ്ടത്. കുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവർ. ഞാൻ അങ്ങനത്തെ ആള്. എന്നാൽ ഇത്രയും സിനിമകൾ അഭിനയിച്ചു, എത്ര സിനിമകൾ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, എത്ര സിനിമകൾ അഭിനയിച്ചു? ഞാൻ ചോദിച്ചു ഉറപ്പായിട്ടും നിങ്ങൾ കുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾക്ക് എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടിലും തുറക്കപ്പെടലും. ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ ചോദ്യത്തിൽ പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തത്. ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അതിന് ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനകത്ത് ചോദിക്കുന്നത് നമ്മൾ നല്ല ബന്ധം പറഞ്ഞു. ആ അതിന് എങ്ങനെയാണ് ചോദ്യം എടുത്ത് ചോദിക്കാം? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ് ചോദ്യം എടുത്ത് ചോദിക്കാം? അതിന് പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അത് പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് അവസരങ്ങൾ പലരും നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ നഷ്ടപ്പെടുകയാണ്? അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ പറയുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാൾക്ക് ഇല്ലേ, നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കറക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കും, വീട്ടിൽ പോയിട്ട് പെങ്ങളോട് ചോദിക്കും. എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും സ്ത്രീ ആണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറഞ്ഞ അമ്മയോടല്ല, മനീഷ ആക്ട്രസിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കുന്ന ഒരാവശ്യം ഈ ഇന്റർവ്യൂ ചെയ്ത ഈ അജിൻ എന്ന് പറയുന്ന ഈ തന്തയില്ലാത്തവനോട് ഒന്നും പറയില്ല. അപ്പം ഇവന്റെ കാരണം അടിച്ച് പൊളിക്കണം. ഈ മനീഷ ചേച്ചിയുടെ മകനോ നേരെ മറിച്ച് അഖിൽമാരോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 5 ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ കരണം അടിച്ച് പൊളിച്ചേനെ. മാത്രമല്ല ഇവൻ്റെ അമ്മയോടും പെങ്ങളോടുമാണോ ഈ ചോദ്യം ചോദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ കിടന്ന് ഉണ്ടാക്കുന്നത് എന്താണ്? നിൻ്റെ വീട്ടിൽ ഉള്ളവർ മാത്രമേ ഉള്ളൂ, ഞാനത് പറയുന്നില്ല. അവർക്കെന്താ സ്വർണ്ണം വെച്ചുള്ള ഉണ്ടാക്കിയതാ? മറ്റൊരു സ്ത്രീയോട് എന്ത് തോന്നിവാസം കാണിക്കുമെങ്കിൽ ഇവരെയല്ല പറയണ്ട, എനിക്ക് ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ചാനലിനോടാണ് പറയാം. ഉളിപ്പുണ്ടോ നിങ്ങൾക്ക്? വൈറലാവാൻ വേണ്ടി എന്ത് നാഗത്തരം കാണിക്കുന്ന ഇവനെ പോലുള്ള പരമ ചെറ്റയെ പിടിച്ചെടുത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉളിപ്പുണ്ടോ?
സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.